മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 19ാമത്തെ പാഠം പ്രാർത്ഥനയും ദിക്റുകളും. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളും പ്രാർത്ഥനയുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റു പോകുന്ന ചിലരെ കാണാം. ഇതു ശരിയാണോ? അൻവർ ഉസ്താദിനോട് ചോദിച്ചു. അല്ല, ഉസ്താദ് വിശദീകരിക്കാൻ തുടങ്ങി. നിസ്കാരശേഷം ധാരാളം ദിക്റുകളും ദുആകളുമുണ്ട്. സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. നിസ്കാരശേഷം ഉടനെ എഴുന്നേറ്റ് പോകുന്നവരെ പറ്റി അൻവർ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, നിസ്കാരശേഷം ധാരാളം ദിക്റുകളും ദുആകളുമുണ്ട്. സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇവ ഓരോന്നും 33 പ്രാവശ്യം ചൊല്ലണം. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി 100 പൂർത്തിയാക്കണം. ഈ 3 33 പ്രാവശ്യം ചൊല്ലിയ 99 പ്രാവശ്യമായി. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അത് 1 പ്രാവശ്യം ചൊല്ലുക. അപ്പം 100ആയി. ഇനി അതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് 10 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യണം. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് 10 പ്രാവശ്യം ചൊല്ലണം. ലഘുവായ ഒരു ദുആ നമുക്ക് ഇപ്പോൾ പഠിക്കാം. ദുആയിൽ നിന്ന് ലഘുവായ ഒരു ദുആ, എളുപ്പത്തിലുള്ള ഒരു ദുആ നമുക്ക് ഇപ്പോൾ പഠിക്കാം. അദ്ദുആഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബി ഇഗ്ഫിർലി വലി വാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഈ ദുആ പഠിക്കാനുള്ളതാണ്. നിസ്കാരശേഷമുള്ള ദുആഇൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഇത്. നിസ്കാരവും പ്രാർത്ഥനയും പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാം പ്രവർത്തിച്ചു പഠിക്കാൻ കഴിഞ്ഞതിൻ്റെ ഉത്സാഹം. കുട്ടികളെ, ചിലപ്പോൾ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അവ സൂക്ഷിക്കണം. നിസ്കാരത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഇല്ലാതാക്കാൻ ഇവ കാരണമാകും. ഉസ്താദ് വിശദീകരിച്ചു. 1. നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ. നിസ്കാരത്തിൽ 2 കാലും ചേർത്ത് അടുപ്പിച്ച് വെക്കൽ കറാഹത്താണ്. 2. മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും. മുകളിലേക്കും തിരിഞ്ഞും നോക്കൽ കറാഹത്താണ്. നിസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. 3. തലയും ചുമലും തുറന്നിടൽ. തലയും ചുമലും മറക്കണം. നിസ്കാരത്തിൽ മറക്കേണ്ടതാണ്. 4. വസ്ത്രം, മുടി എന്നിവ ചുരുട്ടി വെക്കൽ. വസ്ത്രം, പാൻറ്, ഷർട്ടൊക്കെ, പാൻറ്റിൻ്റെ അടിഭാഗമൊക്കെ ചുരുട്ടി വെക്കൽ അങ്ങനെ പാടില്ല. നിസ്കാരത്തിൽ അത് ചെയ്യാൻ പാടില്ല, കറാഹത്താണ്. അടുത്തത് ഒരു കാലിൽ നിൽക്കൽ. ഒരു കാലിൽ നിന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. അടുത്തത് നടുവിന് കൈ കൊടുക്കൽ. ഇവയെല്ലാം തന്നെ നിസ്കാരത്തിൻ്റെ കറാഹത്തുകളാണ്. എന്നിവ സൂക്ഷിക്കണം. ഇവ കറാഹത്താണ്. കുട്ടികൾ കൂടുതൽ കരുതലോടെ നിസ്കരിക്കാൻ തീരുമാനമെടുത്തു. ഈ കാര്യങ്ങളൊക്കെ കറാഹത്താണ്, ചെയ്യൽ കറാഹത്താണ്. അത് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കും.
ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. 1. പ്രവർത്തനങ്ങൾ. അതിലൊന്നാമത്തെ നിസ്കാരശേഷമുള്ള ദുആ ചൊല്ലിപ്പഠിക്കാം. നിസ്കാര ശേഷമുള്ള ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ, അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, റബ്ബി ഇഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അടുത്തത് ജമാഅത്തായി നിസ്കാരം കഴിഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ടോ? ഉസ്താദുമായി ചർച്ച ചെയ്യുക. ജമാഅത്തായിട്ടുള്ള നിസ്കാരം കഴിഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകുന്നവർ നമ്മുടെ നാട്ടിലുണ്ടോ? ഉസ്താദുമായി ചർച്ച ചെയ്യുക. 3. നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ 4 എഴുതുക. എന്തൊക്കെയാണ് നിസ്കാരത്തിൽ കറാഹത്തുകൾ? നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ, മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും, തലയും ചുമലും തുറന്നിടൽ, വസ്ത്രം, മുടി എന്നിവ ചുരുട്ടി വെക്കൽ. 4 എഴുതുക. നിസ്കാരത്തിൽ ചെയ്യേണ്ടതിന് ശരിയും ചെയ്യാൻ പാടില്ലാത്തതിന് തെറ്റും അടയാളപ്പെടുത്തുക. 1. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കൽ. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കൽ ശരി. ഇവിടെ ശരിയാണ് അടയാളപ്പെടുത്തേണ്ടത്. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കൽ ശരി. തിരിഞ്ഞു നോക്കൽ തെറ്റ്. ഇവിടെ തെറ്റാണ്. ഒരു കാലിൽ നിൽക്കൽ തെറ്റ്. ഇവിടെ ആദ്യത്തെ മാത്രം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കൽ മാത്രം ശരി. ബാക്കി 2 തെറ്റാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.